അപ്പോൾ നമുക്കിങ്ങനെ വളരെ ചെറിയൊരു സോളാർ പവർ യൂണിറ്റ് നമുക്ക് സ്വന്തമായിട്ട് അസംബിൾ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇത് വലിയ ടെക്നോളജിയും കാര്യങ്ങളും ഒന്നും അറിയാവുന്ന ആളാകണമെന്നില്ല, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇതുപോലെ ലൈറ്റുകളൊക്കെ നമുക്ക് കത്തിക്കാം, ഫാൻ വർക്ക് ചെയ്യാം, നമ്മുടെ വൈഫൈ മോഡ് ഓടിക്കാം, LED TV വർക്ക് ചെയ്യും. അങ്ങനെ ചെറിയ ചെറിയ ലോഡ്, വലിയ ഹെവി ലോഡൊന്നും വർക്ക് ചെയ്യത്തില്ല. ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ച ഒരു സംശയമാണിത്, എങ്ങനെയാണ് നമ്മൾ ഈ ചേട്ടാ ഒരു സോളാർ പാനൽ കയ്യിലിരിപ്പുണ്ട്, അപ്പോൾ ആ പാനൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ബാറ്ററി ചാർജ് ചെയ്ത് ചെറിയൊരു നമുക്കത് ഉപകാരപ്പെടുത്തുന്നതെന്ന് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചും വാട്സപ്പിലൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മളിതൊരു 50 വാട്ട്സിൻ്റെ സോളാർ പാനലാണ് ഈ മുകളിൽ വെച്ചിരിക്കുന്നത്. ഈ പാനലിൻ്റെ ഔട്ട്പുട്ട് വയറാണ് ഇത്. വയറ് ഇത് നമുക്ക് ഒരു സോളാർ കൺട്രോളറുണ്ട്, ചാർജ് കൺട്രോളറുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു മിനി ഇൻവേർട്ടറുണ്ട്. സോളാറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഇൻവേർട്ടറാണ്. വലിയ ഞാൻ ആദ്യം പറഞ്ഞു, വലിയ ഹെവി ലോഡൊന്നും നമുക്ക് വർക്ക് ചെയ്യത്തില്ല. ഇത് ചെറിയൊരു ബാറ്ററിയാണ് ഇതിൽ കൊടുക്കുന്നത്, ചെറിയൊരു ലിഥിയം ബാറ്ററിയാണ് ഇതിൽ കൊടുക്കുന്നത്, 12 വോൾട്ടിൻ്റെ. ഇതാണ് സോളാർ പാനലിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് വയർ. ഇത് ചാർജ് കൺട്രോളാണ്. ഇത് PWM ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്ന ചാർജർ കൺട്രോളറാണ്. നമ്മുടെ സോളാർ പാനലിൽ നിന്ന് വരുന്ന ചാർജിനെ നമുക്ക് നമ്മുടെ ബാറ്ററിയിലേക്ക് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് വിടാൻ വേണ്ടിയുള്ള ചാർജ് കൺട്രോളാണ്. ഇല്ലാതെ നമ്മൾ നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻറ്റ് വരും. ഇവിടെ 2-3 പോർഷൻ നമുക്ക് കാണാം കണക്ഷൻ കൊടുക്കാനുള്ള. അത് ആദ്യത്തെ പോർഷനിൽ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് സോളാർ പാനൽ കൊടുക്കാം, രണ്ടാമത്തെ ഭാഗത്ത് LED കൊടുക്കാം, മൂന്നാമത്തെ ഭാഗത്ത് ഒരു DC ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ വളരെ സിമ്പിളാണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു ചാർജ് കൺട്രോളറാണ്. ഇതേ മോഡൽ തന്നെ ഉണ്ട്, വേറെ ഒരുപാടുണ്ട്. അതൊക്കെ ക്വാളിറ്റി കുറഞ്ഞ, ആംബിയർ കുറഞ്ഞ മോഡലാണ്. അതൊന്നും പക്ഷേ ചാർജ് കയറത്തില്ല. അപ്പോൾ നമ്മുടെ സോളാർ ഇൻവേർട്ടറാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ട് ഓഫ് ഉണ്ട്. കട്ട് ഓഫ് എന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററിയിലെ വോൾട്ട് ഒരു 12 വോൾട്ടിൽ താഴുവാണെങ്കിൽ, 11 വോൾട്ട് വരെയൊക്കെ മാക്സിമം കഴിഞ്ഞാൽ പിന്നെ ഇത് ഷട്ട് ഡൗൺ ആയി ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഇൻവേർട്ടർ ഓഫ് ആയിപ്പോളും. അതുപോലെ നമ്മൾ ഓവർലോഡ് വല്ലതും ഇതിൻ്റെ ഔട്ട്പുട്ട് കൊടുത്താലും ഇത് ഷട്ട് ഡൗൺ ആവും. വളരെ നല്ല ഇൻവേർട്ടറാണ്. ഒരുപാട് ആളുകൾ നമ്മളോട് വാങ്ങിച്ചിട്ടുള്ള ഇൻവേർട്ടറാണിത്. ഇതിൻ്റെ ഫ്രണ്ടിൽ 2 ഇൻഡിക്കേഷൻ, LED ഇൻഡിക്കേഷൻ ഉണ്ട്. അത് ഓണും ഓവർലോഡുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു USB പോർട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഫോണൊക്കെ അതിൽ നിന്ന് നേരിട്ട് ചാർജ് ചെയ്യാം. അതിൻ്റെ ബാക്കിലായിട്ട് തന്നെ നമുക്ക് ബാറ്ററി കണക്ഷൻ കൊടുക്കാനുള്ള ഭാഗമുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് വലിയ വണ്ടിയുടെയൊക്കെ ബാറ്ററിയിൽ നിന്ന് ക്ലിപ്പ് ചെയ്യാനാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ക്ലിപ്പ്. ഇപ്പോൾ നമ്മളതിപ്പോൾ എടുക്കുന്നില്ല. നമ്മൾ അതിലേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി 2 വയർ എടുത്തിട്ടുണ്ട്. 2.5ൻ്റെ വയറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ നല്ല അത്യാവശ്യം ഒരു തീരെ മോശം വയർ കൊടുക്കരുത്, വണ്ണമുള്ള വയറാണ് കൊടുത്തിരിക്കുന്നത്. 2.5ൻ്റെ വയർ എടുത്തിട്ട് നമ്മൾ ഈ ഇൻവേർട്ടറിൻ്റെ പോസിറ്റീവിൽ ചുമലയും നെഗറ്റീവിൽ കറുപ്പും വയറുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടാണിത്. അതൊരു കണക്ടറാണ് ഇട്ടേക്കുന്നത് ബാറ്ററിയിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിൽ. 12 വോൾട്ട് 12 ആംബിയറിൻ്റെ ബാറ്ററിയാണിത്. ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. അപ്പോൾ ആ ബാറ്ററിയിൽ നിന്ന് ആ ബാറ്ററിയും നമ്മുടെ ഇൻവേർട്ടറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു കേട്ടോ. നേരെ ബാറ്ററിയും ഇൻവേർട്ടറുമായിട്ട് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ ചോല കറുപ്പ് വയറുകൾ നമ്മുടെ ഇൻവേർട്ടറുമായിട്ട് കണക്ട് ചെയ്തു. ഇനി ഈ കണക്ടറിൽ നിന്ന് തന്നെ നമ്മൾ നമ്മുടെ സോളാർ ചാർജ് കൺട്രോളറിലോട്ട് കൊടുക്കുവാണേ. ഇപ്പം സിമ്പിൾ കണക്ഷൻ കണ്ടോ, മനസ്സിലായല്ലോ. നേരെ ബാറ്ററിയിലോട്ട് കൊടുത്തു, ബാറ്ററിയിൽ നിന്നുള്ള വയറ് നമ്മൾ ഇൻവേർട്ടറിലോട്ട് കൊടുത്തു. അതിൽ നിന്ന് തന്നെ ഞാനിത് ഈ കണക്ടർ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇത് കൊടുക്കുക, നമുക്ക് കണക്ഷൻ കൊടുക്കാൻ എളുപ്പമുണ്ട്. ഇവിടെ സെൻറ്ററിലാണ് ബാറ്ററി കൊടുക്കേണ്ടത്, അതെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ഇവിടെ സെൻറ്ററിൽ ബാറ്ററി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മുകളിൽ കുറച്ച് 2-3 സ്വിച്ചുകളൊക്കെ ഉണ്ട്. നമുക്കിതിൻ്റെ മോഡൊക്കെ മാറ്റാനുള്ള, മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലിഥിയം ബാറ്ററി, അതുപോലെ തന്നെ ലെഡ് ആസിഡ് ബാറ്ററിയൊക്കെ നമുക്ക് ചാർജ് സെറ്റ് ചെയ്യാം. നമ്മളിവിടെ ബാറ്ററിയുടെ ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കറക്റ്റ് മാറാതെ കൊടുക്കണം. അപ്പോൾ ബാറ്ററിയുടെ വോൾട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്, 13.3 വോൾട്ട് കാണിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ഇനി നമുക്ക് പാനലിൽ നിന്ന് വരുന്ന ഈ പ്ലസ് മൈനസ് വയറുകൾ ഇവിടെ കണക്ഷൻ കൊടുത്താൽ മതി. ഇത് ഇവിടെ സ്ക്രൂ ആണ്, കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സ്ക്രൂ ഡ്രൈവറിന് അഴിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് കണക്ഷൻ കൊടുക്കാം. നമ്മൾ എപ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം പാനലിൻ്റെ കണക്ഷൻ ആദ്യം കൊടുക്കരുത്, ബാറ്ററിയാണ് ആദ്യം കൊടുക്കേണ്ടത് കേട്ടോ. ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്, പക്ഷേ അറിയത്തില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്.
നമുക്കിവിടെ ലെഡ് ആസിഡ് ബാറ്ററി ഇപ്പം ഒരു ബൈക്കിൻ്റെ ബാറ്ററിയൊക്കെയാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് വോൾട്ട് സെറ്റ് മാറ്റാം കേട്ടോ. 12 വോൾട്ട് 12.4 വോൾട്ടൊക്കെ നമുക്കവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ലിഥിയം ബാറ്ററിയാണ് കൊടുക്കുന്നത്. ഇതിപ്പം ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. ഇത് 14.5 വോൾട്ടാണ് ഇതിൻ്റെ ചാർജിങ് വോൾട്ട് വരുന്നത്. 16.56 പക്ഷെ നമുക്കിവിടെ 13.7 വോൾട്ട് ഇതിൽ ഔട്ട്പുട്ട് വരത്തുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, 1 വോൾട്ടിൻ്റെ കുറവേ ഉള്ളൂ. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ബാറ്ററി എപ്പോഴും സേഫ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ലെഡ് ആസിഡ് ബാറ്ററി ചെറുതൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന ഫാൻ എന്ന് പറഞ്ഞാൽ ഒരു പഴയ മോഡൽ ഫാനാണ് കൊടുത്ത് കാണിക്കുന്നത് കേട്ടോ. ഇൻഡക്ഷൻ ഫാനാണേ. 50 വാട്ട്സിലൊക്കെ മേളിൽ കറണ്ട് എടുക്കുന്ന ഫാനാണ്. ടേബിൾ ഫാന് പെഡൽസിൽ ഫാന്. BLDC ഫാനിലേക്ക് കൊടുക്കുവാണെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് കിട്ടും. പിന്നെ ബാറ്ററി മാറ്റി വിടും. 12 ആമ്പിയറിൻ്റെ ബാറ്ററി ഉള്ളൂ. 18-20 ഒക്കെ ബാറ്ററി വെക്കണം. ഇപ്പം എൻ്റെ കയ്യിൽ ബാറ്ററി ഇല്ലാത്തതുകൊണ്ടാണ് ചെറിയ ബാറ്ററി വെച്ച് കാണിക്കുന്നത്. അപ്പം ഇതിപ്പം 50 വാട്ട്സിൻ്റെ പാനലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഇൻവേർട്ടർ ഉണ്ട്, അതുപോലെ തന്നെ ചാർജ് കൺട്രോളറുണ്ട്. പാനൽ നമ്മളങ്ങനെ എടുത്ത് വയ്ക്കാറില്ല. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സോളാർ പാനൽ ഉണ്ടോ എന്നൊക്കെ. പിന്നെ അങ്ങനെ പറയുന്നവർക്ക് നമ്മൾ നേരത്തെ ഒക്കെ വിളിച്ച് പറയുന്നവർക്ക് എടുത്ത് കൊടുക്കാം. എത്ര വാട്ട്സാണ് പാനൽ, പലർക്കും പല വാട്ട്സുകളാണ് ആവശ്യം വരുന്നത്. അതുകൊണ്ട് പാനൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പ്രയാസമാകും. അതുകൊണ്ടാണ് ഇതിപ്പോൾ 50 വാട്ട്സിൻ്റെ ഒരു ഫ്ലഡ് ലൈറ്റാണ്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ഇതിൽ കത്തും. അപ്പോൾ പകൽ ഇങ്ങനെ നമുക്ക് സോളാർ പാനൽ സെറ്റപ്പ് വഴി ചാർജ് കയറിയിട്ട് വൈകുന്നേരം ഇങ്ങനെ ചെറിയ ബൾബുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പവർ സോഴ്സ് നമുക്ക് ഉപകാരപ്പെടും. ഒരു ലിഥിയം ബാറ്ററി പാക്കൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതൊക്കെ നനയാതൊക്കെ ഒരു ബോക്സിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. അപ്പോൾ ഈ പാർട്സുകളെല്ലാം നമുക്കുണ്ട്. ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ദയവായി കോൾ വിളിക്കരുത്, വാട്സപ്പിൽ മെസ്സേജ് ഇടുക. അപ്പോൾ ഇതാണ് വേണ്ടതെങ്കിൽ സോളാർ ഇൻവേർട്ടറിനോ ഒക്കെ എഴുതിയിട്ടാൽ മതി കേട്ടോ. അപ്പോൾ അത് തരാം. അല്ലെങ്കിൽ നേരിട്ട് വന്ന് വാങ്ങേണ്ടവർക്ക് ഈരാറ്റുപേട്ടയിലുള്ള നമ്മുടെ ഷോപ്പിൽ വന്ന് വാങ്ങാവുന്നതാണ്. ഇതെല്ലാം അവിടെ ഉണ്ട്. ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം പറഞ്ഞുതരാം, അറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിൽ ഒരു ബൈക്കിൻ്റെ ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ വലിയ ബാറ്ററി ഒന്നും ഇതിൽ വെച്ചാൽ ചാർജ് കയറത്തില്ല. ചെറിയ ബാറ്ററികൾ കയറത്തുള്ളൂ. പിന്നെ ഇത് വലിയ നമ്മുടെ മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് വരുന്ന അത്രയുള്ള പവറൊന്നും ഇതിൽ നിന്ന് കിട്ടത്തില്ല. ചെറിയ പവറേ കിട്ടത്തുള്ളൂ. അപ്പോൾ ചില ആളുകൾ ചോദിക്കും AC ഒക്കെ വർക്ക് ചെയ്യുമെന്ന്. AC ഒന്നും ഇതിൽ വർക്ക് ചെയ്യത്തില്ല. ചെറിയ പവർ സോഴ്സ്, TV വർക്ക് ചെയ്യാം, LED TV വർക്ക് ചെയ്യാം, BLDC ഫാനുകൾ, ലൈറ്റ് പർപ്പസും ഫാനിൻ്റെ പർപ്പസും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. നമുക്ക് ചെറിയൊരു പവർ സോഴ്സായിട്ട് ഉപയോഗിക്കാം. ചെറിയ ഷെഡുകളിൽ നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും ഒരു ഷോപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. കറണ്ട് കിട്ടാത്ത മേഖലയൊക്കെ ആണെങ്കിൽ ഒരു നല്ല ബാറ്ററിയും പാനലും വാങ്ങിച്ചു വെച്ചാൽ ഒരു 100 വാട്ട്സിൻ്റെ സോളാർ പാനലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 35 Hz ബാറ്ററിയൊക്കെ നമുക്കതിൽ കൊടുത്ത് ഒരു മാരുതി കാറിൻ്റെയൊക്കെ ബാറ്ററി വെച്ചാൽ നല്ല സൂപ്പറായിട്ട് ചാർജ് കയറിയിട്ട് നമുക്ക് ഒരുപാട് ബാക്കപ്പ് ടൈം കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാം. നിങ്ങൾ ഓരോ പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത് പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ശരി.